എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. സൂര്യ 45 RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ നായകനാവുന്ന സിനിമ. സൂര്യയുടെ 45ാമത്തെ സിനിമ. തൃശ്യാണ് നായികയായിട്ടെത്തുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകതകൾ? ഒരുപാട് സിനിമ പരാജയപ്പെട്ട് ഇതെങ്കിലും വിജയിക്കും, RJ ബാലാജി കനിയും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സിനിമ. അത്രേ ഉള്ളൂ, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്താണെങ്കിലും റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ RJ ബാലാജിയാണ്. പിന്നെ ഇതിന്റെ ഒരു കേട്ടറിവൊക്കെ വെച്ചിട്ട്, കഥയുടെ ഒരു വൈബൊക്കെ വെച്ചിട്ട് കിടിലൻ സിനിമ ആവേണ്ട സിനിമയാണ്. അത് ഇതിനു മുൻപുള്ളതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതെ, അത് ശരിയാ. എന്തായാലും RJ ബാലാജിയുടെ ബർത്ത്ഡേ ആണെന്ന്, അതിന്റെ ആ ഒരു സെലിബ്രേഷന്റെ മൂഡിലാണ് ഈ ഒരു സാധനം വരുന്നത്. ഗ്ലിംസ് ആയിരിക്കോ, പോസ്റ്റ് ആയിരിക്കോ, ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതോ ഫസ്റ്റ് ലുക്ക് ഉണ്ടാവുമോ? എന്തൊക്കെ ചോദ്യങ്ങളാ. നമ്മൾ കിഴി എപ്പിസോഡിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ടൈറ്റില് വേട്ടൈ കറുപ്പ് അതായിരിക്കും എന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ട്. എന്താവുന്നതൊക്കെ നോക്കാലോ. പിന്നെ ഇതൊക്കെ പറയുന്നതിന് മുന്നേ ബർത്ത്ഡേ വിഷസ് പറയണല്ലോ. ബർത്ത്ഡേ കുട്ടനോട്, ബർത്ത്ഡേ ചെക്കനോട് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കുട്ടാ. എന്തുകൊണ്ട് ഇന്ന് ഈ ഒരു കളർ ഇട്ടു അത് പറ. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നല്ല കേട്ടോ. ഇവൻ ഈ കളറിൽ വന്നപ്പോ ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി നീ എന്തിനാ ഈ കളർ ഇട്ടത്? ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അനൗൺസ്മെന്റ് പോസ്റ്റർ. അതിൽ ആ കളർ അതായത് അല്ല, ഞാൻ ചെറുതായിട്ട് എന്താണെങ്കിലും രാവിലെ തന്നെ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ ഇട്ടങ്ങ് പോരാന്ന് കരുതി ഞാനത് പിടിച്ചതാ. ഭയങ്കര രസമായിരിക്കും തമ്പനയില് കരുതിയിട്ടേ. ഇപ്പൊ അടിപൊളിയായിരിക്കും. യൂണിഫോം ഇട്ടിട്ട് ഏതോ സ്കൂളിൽ ഇരിക്കുന്ന രണ്ട് പിള്ളേര്. എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അവ വന്നിട്ടുള്ളത് സംഭവം? മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്, വൈബ്രേഷൻ അടിക്കുന്നുണ്ട്. നോക്കാം. പോസ്റ്റർ ഓക്കേ, ഫുൾ റെഡ്, കറുപ്പ് മാത്രമേ ഉള്ളൂ. മുകളിൽ വല്ല വേട്ട ഉണ്ടോ നോക്ക്. ഇല്ല, അല്ല മുകളിൽ ഒരാൾ നിക്കുന്നുണ്ടല്ലോ, വേട്ടക്കാരൻ നിക്കുന്നുണ്ട്. ഫുള്ള് റെഡും ബ്ലാക്കും കേട്ടോ. കൊള്ളാം. സംഭവം അമ്പലത്തിന്റെ ഉള്ളിലാണ് കേട്ടോ. പൂജയൊക്കെ നടന്നിട്ട് ലൈറ്റ്, പുക, ആ ഒരു ആംബിയൻസിൽ മുണ്ടൊക്കെ മടക്കി കുത്തി വടിവാള് ഇങ്ങനെ പിടിച്ചിട്ടൊരു നൃത്തം. വടിവാളെന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടിലും വലിയ എന്തൊരു സാധനമാണ് കൊടുവാള്. ശരിക്കും കൊടുവാള് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന വാളുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അതേപോലെ തന്നെ ഒരു സാധനമാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഇതിന്റെ ആദ്യ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നല്ലേ, കൊറേ വാളുകളുടെ കുതിര. അതെ, അത് ഒരു ബ്ലൂ കളറിലായിരുന്നു. അതിന്റെ വേറെ രീതിയിലാണ് ഈ ഒരു പോസ്റ്റർ. ഇതിലുണ്ട് കുതിരയുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന ദേവനോ ദേവിയോ ആരോ ഒരാൾ കൂടി ഉണ്ട്. കുതിര ഇങ്ങനെ പൊന്തിച്ചു മുൻഭാഗം. ഏതാണെങ്കിലും അതെ, സൂര്യല്ലേ, അത് സൂര്യന്റെ ലുക്ക് തന്നെയാണല്ലോ ഇരുത്തത്തിലൊക്കെ അല്ലേ. കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കുന്ന ഇരുത്തേ. എന്തായാലും ഇതിന്റെ സ്റ്റോറി പ്ലോട്ട് പറഞ്ഞിരുന്നത് ഒരു അമ്പലം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, അതിൽ തന്നെ ഒരു കോടതി. ഈ അമ്പലത്തിന്റെ എന്തോ ഇഷ്യൂ ആ കോടതിയിൽ ഒരു വലിയൊരു കേസായി വരുന്നു. അതിന് വാദിക്കാനായിട്ടെത്തുന്ന നമ്മുടെ കുറച്ച് വക്കീലന്മാർ. അതിലൊന്നാണ് സൂര്യ ചെയ്യുന്ന ഒരു വക്കീൽ ക്യാരക്ടർ. പിന്നെ സ്വാസിക, തൃഷ, ഇവരൊക്കെ വക്കീലന്മാരാ. ഇന്ദ്രൻസ് ആരാ? വക്കീലാണ്. എല്ലാവരും വക്കീലന്മാരാ. അപ്പോൾ ഈ ഒരു കേസ് തന്നെ, അതായത് എന്താണ് അത്, വിശ്വാസവും നിയമവും തമ്മിലുള്ള പരിപാടി തന്നെയായിരിക്കും ഇതിന്റെ മെയിൻ പ്ലോട്ട്. എന്താണെങ്കിലും സംഭവം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതിൽ സൂര്യക്ക്, അതായത് ഇവർക്കൊക്കെ ആ മറ്റേ ലുക്കും ഉണ്ട്. അതായത് ഇപ്പൊ ഈ കാണുന്ന വക്കീലിന്റെ വേഷത്തിലല്ലല്ലോ ആള്. അപ്പോൾ രണ്ട് ക്യാരക്ടർ, അതിനു വേണ്ടി നിൽക്കുന്ന, ആ പക്ഷത്ത് നിൽക്കുന്ന, അതിനു വേണ്ടി പോരാടുന്ന, ദൈവത്തിന് വേണ്ടി അല്ലെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ടീമായിട്ട് അവർ കാണിക്കും. പിന്നെ കോടതിയിലേക്ക് എത്തി വാദിക്കുന്ന ആൾക്കാരും ഈ കോടതി വക്കീലന്മാരും ഇവർ തന്നെയായിരിക്കും. എന്താണെങ്കിലും ഇന്നലെ കുറച്ച് എന്താ പറയാ, കയ്യിലിടുന്ന വളകളും അങ്ങനെ കുറെ സാധനമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ കുതിരപ്പുറത്തിരിക്കുന്ന ആളെ കാണുമ്പോ അങ്ങോട്ടൊരു ചായവും ഉണ്ട് ആ ഒരു സൈഡിലോട്ട്. പിന്നെ സ്വാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ലുക്കിലല്ല, ഇവരൊക്കെ
വേറൊരു 2 ലുക്കിൽ വരുന്നുണ്ട് എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് വക്കീലന്മാര്, പിന്നെ അവര് തന്നെ ഈ പക്ഷത്ത് നിൽക്കുന്നതും അവർ ആ കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും, അവർ തന്നെ ആയിരിക്കും ചെയ്യുക. ഓക്കെ, വിത്ത് പ്രൈഡ് ആൻഡ് എക്സൈറ്റ്മെന്റ് വി പ്രസന്റ് ദി ടൈറ്റിൽ ഓഫ് സൂര്യ 45 കറുപ്പ്, എ നെയിം ദാറ്റ് embodies the soul of our story, shaped by heart, spirit and purpose. Okay, കറുപ്പ് കറുപ്പിന് വേറെ അർത്ഥമൊന്നുമില്ലല്ലോ. കറുപ്പ് അത് ഒന്നാമത് വക്കീലന്മാരായതുകൊണ്ടും ആ ഒരു സാധനം കൊണ്ടായിരിക്കും കറുപ്പ്. അവരുടെ യൂണിഫോം തന്നെ ബ്ലാക്ക് ആണല്ലോ. അതെ, പിന്നെ അത് മാത്രല്ല, എപ്പോഴും നീതി എന്നുള്ള സംഭവം കറുപ്പിന്റെ ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് തെളിഞ്ഞു വരേണ്ട കാര്യം തന്നെയാണ്. അത് കണ്ടില്ലേ, നീതി ദേവതയൊക്കെ കണ്ണ് മൂടിക്കെട്ടിയായിരിക്കും, കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടാ, അതിന്റെ കറുപ്പായിരിക്കാം. ആണോ? ചിലർക്ക്, അതായത് കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ളവർക്ക് മഞ്ഞൊക്കെ വരും കണ്ണടച്ചു കഴിഞ്ഞാൽ. അതായത് ശാസ്ത്രീയമായി സയൻസിലേക്കൊന്നും പോകരുതേ. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരം വരട്ടെ ഇനി. അതെ, കറുപ്പ് എന്നാണ് ടൈറ്റിൽ. എന്നാ റിലീസിന്റെ വന്നിട്ടില്ലല്ലോ? ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഒന്നും വന്നിട്ടില്ല. സംഭവം നമുക്ക് സൂര്യയുടെ ലുക്കും കാണാനില്ല. ഇത് കുറേ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ, അതിന്റെയൊക്കെ ഒരു പരിപാടി തന്നെയാണ് ഇതിന്റെ ഒഫീഷ്യൽ പോസ്റ്ററിലുള്ളത്. എനിക്ക് പെട്ടെന്ന് ആ ഒരു വാളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇത് കണ്ടപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിട്ട് മറ്റേ എതിർക്കുന്നില്ല, അതിലും ഇത് അതിൽ ഈ മുണ്ടെടുത്തിട്ട് ഇതേപോലെ ഒരു വാളൊക്കെ പിടിച്ചിരിക്കുന്ന സംഭവം ഉണ്ട്. ആളതിലും വക്കീലാണ്. ആ ഒരു സാധനത്തേക്കൊക്കെ പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഫീൽ ചെയ്തു. സംഭവം RJ ബാലാജി അടുത്ത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗംല്ലേ, സിംഗം 2ഉം 3ഉം ഒന്നുമല്ല, സിംഗം ഫസ്റ്റ്, അതിൽ ആ ഒരു മാസില്ലേ, ആ രീതിയിലുള്ള മാസം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നു. കൊള്ളാം, അത് പ്രതീക്ഷ നൽകുന്നതാണ്, അതേപോലെ ടെൻഷൻ അടിപ്പിക്കുന്നതുമാണ്. അയ്യോ, അതില് സിംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷെ അതിന്റെ ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ഓർത്തെടുക്കാൻ സിമ്പിളാണ്. ബുള്ളറ്റിൽ വന്നിട്ട് ബുള്ളറ്റിൽ ഒരു വരവുണ്ട്, അത് മാത്രമേ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെടാത്തുള്ളൂ. ബാക്കി പടം ഒക്കെ അടിപൊളിയാ. ആ ഒരു സാധനം, അയ്യോ, അത് പിന്നെ നോക്കണ്ട. പിന്നെ തമിഴായതുകൊണ്ട് പിന്നെ വർഷം പഴക്കണ്ടല്ലോ. അതെ, ഇന്നൊന്നും ആ വൈബ് പിടിക്കാറില്ല, പിടിക്കൂലെന്ന് വിചാരിക്കാം. പിടിച്ച ആ രീതിയിലുള്ള മാസമാണെങ്കിൽ സൂപ്പറാവും. ഒന്നും കൂടി എട്ടാമതും പോട്ടി അല്ലേ, അങ്ങനെ പറയേണ്ടി വരും. എന്താണെങ്കിലും ഗംഭീര സിനിമ ആവട്ടെ കേട്ടോ. ചുമ്മാ തമാശക്ക് പറയുന്ന കുറെ കാര്യങ്ങളാണ്. എന്താണെങ്കിലും അടിപൊളി സിനിമ ആവട്ടെ, ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ. ഇന്ന് RJ ബാലാജിയുടെ ബർത്ത്ഡേ ആണ്. ആളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കാർത്തിക് സുബ്രാജിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് RJ ബാലാജിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കനിയണം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. കുബേര വന്നിട്ട് കുബേര മെർസല് രണ്ടും. പിന്നെ അപ്പത്തേക്കും ചത്ത പോലെ ആവും. അത് വേറെ സത്യം. രാത്രിയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ സിനിമ കഴിഞ്ഞ ഒരു ഉറക്കം, അതും കൂടി എല്ലാം കൂട്ടി വായിക്കുമ്പോ റിസൾട്ട് ഉറപ്പാ, മരണം. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.